എല്ലാ ജോലി സ്ഥലത്തും AI വന്നുകൊടുക്കുന്ന സമയത്ത് BCA എന്ന് പറയുന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ എല്ലാ കാര്യങ്ങളും അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും AI ഇപ്പോൾ കോഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട്. ChatGPTക്ക് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ കോഡും ChatGPT തരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു BCA എടുത്തു കഴിഞ്ഞ് ഇത്തരം സോഫ്റ്റ്വെയർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ BCA MCA കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടോ, ജോലി ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. BCAൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ് ഡയറക്റ്റ് BCA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതൊക്കെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മളതിൽ സ്കിൽഡ് ആവുക. അതിൽ ഒരു ആവറേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കരിയർ സക്സസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ അതിലപ്പുറത്തേക്ക് ഒരു എബോവ് ആവറേജ് കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതും അതിന് നമ്മൾ എന്തൊക്കെ സ്കില്ലുകളാണ് BCA പഠിക്കുന്നത് കൂടെ തന്നെ പഠിക്കേണ്ടതും, അതുപോലെ തന്നെ BCA കഴിഞ്ഞാൽ MCA എടുത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഒരു കരിയർ പാത്ത് ബിൽഡ് ചെയ്യാം, എന്തൊക്കെയാണ് പുതിയ കാലത്ത് ഇപ്പോൾ ഒരു ബിസിനസ്, നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡൊക്കെ ഉള്ള ആളാണെങ്കിൽ BCA പഠിച്ചിട്ട് ഈ ഒരു ഏരിയ പഠിച്ച് സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് എന്തൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ BCA എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് BCA നമുക്കറിയാം ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സൈഡിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് BCA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു കാര്യം ആദ്യം തന്നെ പറയാം, തിയറി അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ 3 കൊല്ലം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിയറി തന്നെയാണ് പഠിക്കുക. പ്രാക്ടിക്കലി നമ്മൾ ഒരു BTech പഠിച്ച, അതായത് BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകൾക്ക് പോലും കോഡിങ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനൊന്നും അറിയില്ല എന്നുള്ള കാര്യം, ഒരു ആപ്പ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നത് വളരെ നോർമലായ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. നമുക്കറിയാം BTech പഠിച്ച ആളുടെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ, കോഡ് ചെയ്യാൻ പറഞ്ഞാൽ അറിയലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ സ്വയം അതായത് BCA തിയറി പഠിക്കുന്നതിന് കൂടെ തന്നെ സ്കില്ല് കൂടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് വലിയൊരു സ്കോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് BCA പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന തിയറി പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഗ്രാമിംഗ് സൈഡാണ്. ഇവിടെ ഒന്ന് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എങ്ങനെ നിങ്ങൾ പഠിക്കാൻ പറ്റും, വെബ് ഡെവലപ്മെൻറ്റ്, നെറ്റ്വർക്കിംഗ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ഇതൊക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുക, ഈ കാര്യങ്ങളുടെ തിയറി സൈഡായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട്, അതായത് ഒരു 90% തിയറി തന്നെയാണ് നിങ്ങൾ പഠിക്കലുണ്ടാവുക കോളേജുകളിൽ നിന്ന്. പിന്നെ നിങ്ങൾക്ക് ലാബിൽ, അതായത് കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് കോഡിങ്ങിൻ്റെ ഒക്കെ ബേസിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇതായിരിക്കും നിങ്ങൾ ഒരു BCA എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ കോളേജിൽ പോയി BCA പഠിച്ചുകൊണ്ട് നേരെ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അതായത് ബിഫോർ കൊറോണ, അതായത് കൊറോണ ആ സമയം അല്ലെങ്കിൽ കൊറോണയുടെ ആയ സമയത്തിന് മുൻപുള്ള ഒരു ട്രെൻഡായിരുന്നു. BCA പഠിച്ചു കഴിഞ്ഞാൽ പല കമ്പനികളും ആളുകളെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അന്ന് അത്രത്തോളം കോഡേഴ്സ് അല്ലെങ്കിൽ നന്നായിട്ട് കോഡ് ചെയ്യുന്ന ആളുകളില്ല. അപ്പം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആഫ്റ്റർ കൊറോണ ഒരുപാട് കോഡിങ് ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഷോർട്ട് ടൈം കോഡിങ് കോഴ്സുകൾ കൊടുത്ത് ആളുകളെ കോഡിങ് പഠിപ്പിക്കുന്ന, +2 കഴിഞ്ഞിട്ട് കോഡിങ് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ BCA എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ വലിയ പൊസിഷനിലെത്തും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറുന്നു, അവിടെ നമ്മൾ ഹയർ പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ BCA ഉള്ളത് എപ്പോഴും അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ BCA എടുത്ത ശേഷം BCA ഉള്ളതുകൊണ്ട് മാത്രം ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. മറിച്ച് BCAയുടെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലും നല്ല സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ്, സ്പെസിഫൈഡ് ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ നന്നായിട്ട് മാസ്റ്റർ ചെയ്യുക. എന്നിട്ട് അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ BCA വിത്ത് ദാറ്റ് ഏരിയ എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സ്കോപ്പ് ഉണ്ടായി തരാമെന്ന ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരുടെയും, ഫ്യൂച്ചർ ഉണ്ടോ? അതായത് ഇപ്പം AI വന്നിട്ടുണ്ട്, AI കോഡ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ AI മാനേജ് ചെയ്യും, എല്ലാ ബിസിനസ്സും ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട് AI. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കോഡർ ചെയ്യാൻ ആളെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾ ആവശ്യമുണ്ടോ എന്ന് ചോദ്യം എപ്പോഴും എനിക്ക് എൻ്റെ DM അധികം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്ന ആളുകൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതിലൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ AIനെ ബിൽഡ് ചെയ്യുന്നത് ആക്ച്വലി ഇത്തരം കോഡിങ് ഉപയോഗിച്ചിട്ടാണ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുള്ള പൈത്തൺ, ജാവ, ഇതൊക്കെ പഠിച്ച ആളുകൾ തന്നെയാണ് AI ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ AIനെ ബിൽഡ് ചെയ്യണ്ടേ? AI ഒരിക്കലും സ്വന്തം ഉണ്ടായി വരുന്നല്ലോ. AIനെ ആളുകൾ ട്രെയിൻ ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോഡിങ് പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിന് സ്കോപ്പ് സംഭവം ഹൈ സ്കോപ്പാണ്. അതായത് ഒരു എബോവ് ആവറേജ് ആൾക്ക്, അല്ലെങ്കിൽ ഇതിനൊരു ഡ്രീമായി കാണുന്നത്, ഇതിനൊരു പാഷനേറ്റ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു നല്ല കരിയർ ഓപ്ഷൻസ് BCA MCA ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ നേരെ മറിച്ച് BCA ഞാൻ പഠിച്ച് ഒരു ഡിഗ്രിക്ക് പോയതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഏതൊരു ഏരിയ, ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞാൽ ഏത് കാര്യമായാലും ഇതിന് ഒരു ടോപ്പ് 1% നിങ്ങൾ എത്താൻ പറ്റുമോ, അങ്ങനെ നിങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഇനി നിങ്ങൾ ബിലോയിലുള്ള ആളാണ്, അതായത് ബാക്കി വരുന്ന 99% ആളുകൾ പഠിക്കുന്ന പോലെ ഒരു തിയറി മാത്രം പഠിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്കില്ല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സ്കിൽഡ് ആവാതെ നമ്മൾ ഏത് കോഴ്സിനും സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. കാരണം സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ ആ സ്കോപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉണ്ടാക്കലാണ്. നമുക്കവിടെ നമ്മൾ ആ പഠിക്കുന്ന ഏരിയയിൽ ട്രൂലി ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ നല്ല പാഷനേറ്റ് ആണ്, നമ്മളവിടെ നല്ല സ്കിൽഡ് ആയ ഒരാളാണ്, നമ്മൾ ആ സ്കില്ലിൽ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്, നമുക്ക് തന്നെ അവിടെ സ്കോപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കോപ്പ് ഉണ്ടാക്കുക. അല്ലാതെ സ്കോപ്പ് ഉണ്ടോ, ആരെങ്കിലും സ്കോപ്പ് കൊണ്ടുതരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത്
ഒരു ആവറേജ് ആളാവുകയാണെങ്കിൽ നിങ്ങൾ ഈസിലി റീപ്ലേസബിൾ ആവും. അപ്പോൾ ആവറേജ് ആളാവാതിരിക്കുക, ഒരു എബോ ആവറേജ് ഒരു എക്സലൻ്റ് ആയ ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഡിഗ്രിയുടെ കൂടെ എക്സ്ട്രാ സമയം എക്സ്ട്രാ എഫേർട്ട് ഉണ്ട് വരും. എല്ലാവരും പല ഡിസ്ട്രാക്ഷനും പോകും, എല്ലാവരും പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷനും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സ്കില്ല് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. സ്കില്ല് പഠിക്കുന്ന കാര്യത്തിൽ ഇന്ന് നമുക്ക് എന്താ പറയുക, എനിക്ക് ആ സ്കില്ല് ഇല്ല, നിങ്ങൾക്കൊരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ ആ സ്കില്ലില്ലാത്തതിന് കാരണം ഒരിക്കലും ഒരു സൊസൈറ്റിനെ കുറ്റം പറയാൻ അല്ലെങ്കിൽ എനിക്ക് അന്ന് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല, സിസ്റ്റം ഇങ്ങനെയാണ്, കോളേജ് പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് ഏത് കാര്യവും ഏത് സ്കില്ലും നമുക്ക് ഏൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഫ്രീ ആണ്. അത്രയും റിസോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. യൂട്യൂബ് തന്നെ മതി, യൂട്യൂബ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. യൂട്യൂബിന് ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ കാര്യത്തിലും പ്രോപ്പറായിട്ടുള്ള പ്രാക്ടിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അതായത് നിങ്ങൾ ഇപ്പം ഈ എന്തൊക്കെ സ്കില്ലാണ് ഈ BCA പഠിക്കുന്നതിന് കൂടെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നു. അഗെയിൻ നിങ്ങൾ സ്കിൽഡ് ആവണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒന്നാമത് AI ML, അതായത് മെഷീൻ ലേണിംഗ്, AI ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സ്, അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എക്സ്പെർട്ടായ ആളുകളെ നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പല കമ്പനികളിലും നല്ല ജോലി സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഡാറ്റ അനലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ കൃത്യമായി പഠിക്കണം. ഓരോ ഡാറ്റയും എങ്ങനെ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ സ്കില്ല് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഏൺ ചെയ്യണം എന്നുള്ളതാണ്. വെബ് ഡെവലപ്പിംഗ് ആണ്. നമുക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ BCA ഒരു കോളേജ് പോയി പഠിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ വെബ് ഡെവലപ്മെന്റ് ഒന്നും പഠിപ്പിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾ അത് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് എക്സ്ട്രാ ക്ലാസ്സുകൾ കേട്ട് എക്സ്ട്രാ പ്രാക്ടിക്കലി ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ള സത്യം. ഓക്കെ, മറ്റൊന്നാണ് AI സപ്പോർട്ട് എഞ്ചിനീയർ, അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ UI UX ഡിസൈനേഴ്സ്, അതുപോലെ നമുക്ക് ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ഡിജിറ്റൽ ഉണ്ടാകുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. ഇങ്ങനെ ഈ AIയും ഡിജിറ്റൽ ആയ ഏരിയയിലും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നല്ല എന്താ പറയുക, നന്നായി കഴിവുള്ള പ്രാക്ടിക്കലി സ്കില്ലുള്ള ആളായി മാറുമ്പോഴാണ് നമുക്ക് എല്ലാ കമ്പനികളും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ സ്കില്ലാവണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്കൊരു BCA നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതിന് പറയാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾക്ക് BCA അറിയാം, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ അറിയെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലിയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ടെക് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം സ്റ്റാർട്ടപ്പുകൾ, നിങ്ങൾ ഒരുപാട് സ്റ്റാർട്ടപ്പ്, കാരണം നിങ്ങൾക്കറിയാം, നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഫേസ്ബുക്ക് എന്ന കമ്പനി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ യൂട്യൂബ്, ഇതൊക്കെ ഒരു കോഡിങ് ചെയ്തുണ്ടാക്കിയ പ്ലാറ്റ്ഫോം ആണല്ലോ. ഈ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് ഇതുപോലെ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ തന്നെയാണ്, ഒരു ടീമാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം റെവല്യൂഷനൈസിങ് പ്രൊഡക്ട്സുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ വെറുതെ എല്ലാവരും പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലി ഞാൻ BCAയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി കിട്ടുമെന്ന് ചോദിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. അത് ഏത് കോഴ്സ് ആയാലും, BCA എന്നുള്ള ഏത് കോഴ്സ് ആയാലും. സോ ഒരുപാട് പേര് BCA വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കോഴ്സും, അതായത് MBA BBA, BBA പറ്റി ചോദിക്കുന്ന ആളുകളുണ്ട്. BBA അത് കഴിഞ്ഞ് MBA ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പുതിയ കാര്യം നല്ലതാണോ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു.